ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് മാഗി നൂഡിൽസ് ആട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടാട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കഴിക്കാൻ വേണ്ടിയിട്ടില്ല, എന്നാലും മസാലക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇടുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മസാല എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ചാണ് കേട്ടോ ഉള്ളിയൊക്കെ എടുക്കേണ്ടത്. അപ്പം ഇനി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. മാഗിയിൽ തന്നെ പല ഐറ്റംസ് ഇട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാഗി കേട്ടോ. ലീസിൻ്റെ മാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാഗി വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം വരുന്നല്ലോ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു ചീനച്ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കുക, നമ്മളെ ഇഷ്ടമാണത്. അപ്പോൾ ഞാൻ എണ്ണ തിളച്ച് വന്നിട്ട് നേരത്തെ വന്നിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്നത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനാണ്. അപ്പോൾ ഇപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുക്കുക. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതാക്കി മുറിച്ചതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ആക്കാം. അപ്പോൾ നമ്മളുടെ ഇതിങ്ങനെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇളക്കണം കേട്ടോ, നിർത്താതെ ഇളക്കാം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കരിയാതെ നോക്കണം. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടേസ്റ്റൊക്കെ കൊണ്ട് പോകും. അപ്പം ഇനി നേരത്തെ മാഗി പാക്കറ്റിലുള്ള മസാല ഇട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ മസാല ഇട്ട് കൊടുക്കാം. മാഗി മസാല മാത്രമേ ചേർക്കണുള്ളൂ, വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല. അപ്പോൾ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാഗിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ മാഗി ഇട്ട് കാണിക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ മാഗി ഇട്ട് ഇളക്കുന്നത് കാണിക്കാൻ മറന്നിട്ടുണ്ട്. വെന്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ആ മാഗിയൊക്കെ ഉണ്ടാക്കിയത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ മാഗിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ആക്കുക കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു മാഗി എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.